ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് മാച്ച് ബോക്സ് എന്നുള്ള സ്റ്റോറിയാണ്. ആശപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്നുള്ള സ്റ്റോറിയാണ്. അതിൻ്റെ പാർട്ട് 1 നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് കഴിഞ്ഞു. പാർട്ട് 2 ആണ്. ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് 2 പാർട്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാണ് നോക്കിയതെന്ന് ബ്രീഫായിട്ട് പറയാം. ഇത് നൊമിതയുടെയും അജിത്തിൻ്റെയും ഒരു സ്റ്റോറിയാണ്. ഇതിൽ നമ്മളുടെ റൈറ്റർ മാച്ച് ബോക്സസ് എന്നുള്ള ആ വേർഡ് കമ്പയർ ചെയ്യുന്ന വിമൻസിനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നൊമിതയുടെയും അജിത്തിൻ്റെയും സ്റ്റോറിയാണ്. അവരൊരു അജിത്ത് എന്ന് വെച്ചാൽ കുറച്ച് പൈസക്കാരനാണ്. നൊമിത എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. നൊമിതനെ അജിത്ത് കല്യാണം കഴിച്ചതാണ്. അതേപോലെ അജിത്തിൻ്റെ വീട് ഒരു 3 നില കെട്ടിടമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവർ നൊമിത അജിത്തിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ്മാനിന് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് നൊമിതക്കൊരു ലെറ്റർ കിട്ടുകയാണ്. അത് നൊമിതയുടെ അമ്മയുടെ ലെറ്റർ ആയിരുന്നു. അത് അജിത്ത് നൊമിതക്ക് പാസ് ചെയ്തില്ല. അജിത്ത് അത് നോർമലി നൊമിതയുടെ അമ്മ എങ്ങനെയാണ് ലെറ്റർ എഴുതൽ വെച്ചാൽ എന്തെങ്കിലും ക്യാഷിന് ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ലെറ്റർ എഴുതൽ. അപ്പോൾ അത് നൊമിത കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അജിത്ത് അത് ചുറ്റിക്കുട്ടി കളയാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ നൊമിത അത് കണ്ടതും നൊമിതക്ക് ആകെ ദേഷ്യം വരുമല്ലോ. പിന്നെ അജിത്തുമായിട്ട് ഒരു വഴക്ക് ഉണ്ടാവലുമാണ്. എന്തുകൊണ്ട് എനിക്ക് തന്നില്ല, എന്തിനാണ് എൻ്റെ ലെറ്റർ നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ. പക്ഷേ അജിത്ത് എപ്പോഴും നൊമിതക്ക് ഒരു ലെറ്റർ വരുമ്പോഴും അത് വായിച്ചതിന് ശേഷം മാത്രമേ നൊമിതക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു ക്ലാഷാണ് നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത്. അതിൽ നമ്മൾ എത്തിപ്പെട്ട് നൊമിത അജിത്തിനോട് ദേഷ്യപ്പെടുന്നൊരു സീനിലാണ്. അതായത് ഇത് വൾഗറായിട്ടുള്ള സ്വഭാവമാണെന്ന് അജിത്തിനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അജിത്തിൻ്റെ പുഞ്ചിരിയൊക്കെ പോയിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ നൊമിതരോട് ദേഷ്യപ്പെടുന്ന സീനിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 2 അപ്പോൾ നമുക്ക് പാർട്ട് 2 നോക്കാം. ഓക്കെ. Now he too picks up the poison knife. He says, "Is that so? Those who whine day and night and holds out their palms to their son-in-law, they are the high-class people. A duck picker's daughter become a queen and so." അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അജിത്തിന് ദേഷ്യം വന്നിട്ട് അജിത്തും വാക്കുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അങ്ങനെയാണോ എപ്പോഴും കംപ്ലൈൻറ്റ്, രാവിലെയും രാത്രിയൊക്കെ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകളും അതേപോലെ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മരുമക്കളുടെ മേൽ ഏൽപ്പിക്കുന്ന ആളുകളാണ് ഫസ്റ്റ് ക്ലാസ് പീപ്പിൾ. ഒരു ഡക്ക് പിക്കേഴ്സ് പറഞ്ഞാൽ ചാണകം വരുന്ന ആളുടെ മകളെ ഞാൻ കെട്ടിയിട്ട് ഒരു ക്വീൻ ആക്കി, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അജിത്ത് വേർഡ്സ് വെച്ചിട്ട്. അപ്പോൾ നൊമിത എൽസ് ഷട്ട് അപ്പ്, നൊമിത എൽസ്. അപ്പോൾ നൊമിത പറയാണ് ഷട്ട് അപ്പ്. ഓക്കെ. Their rooms on the 3rd floor. That's a blessing. Otherwise with that scream everyone would have come to look. അവരുടെ റൂം 3rd ഫ്ലോറിലായിരുന്നു. അതൊരു വലിയൊരു ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ ആ സൗണ്ടിൽ തന്നെ എല്ലാവരും അറിയായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ. Then next, shut up, Ajit roars out. What shut up? I will do what I want, what I please. What will you do? Can you do anything? അപ്പോൾ അജിത്ത് പിന്നെ സംസാരിക്കുകയാണ്. ഷട്ടപ്പ് നോ, എന്ത് ഷട്ടപ്പ് ചെയ്യണം, ഞാൻ എന്തിന് ഷട്ടപ്പ് ചെയ്യണം, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ സംസാരിക്കും, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും എന്നുള്ള രീതിയിൽ അജിത്തും സംസാരിക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, I can't do anything. Almost panting, Nomida pronounces each word clearly. You want to see if I can do anything? അപ്പോൾ നൊമിത പറയാണ്, ശരിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശരിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണണം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നൊമിതക്ക് ആങ്കറോട് നൊമിതയും സംസാരിക്കാൻ തുടങ്ങി. And immediately she does something that is astonishing. She grabs Ajit's matchbox that's lying near his cigarettes on the table and she lights a matchstick and touches it to her sari. ആസ്റ്റോണിഷിംഗ് എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന, എല്ലാവരെയും പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നൊമിത ചെയ്തത്. എന്താ ചെയ്തേ? അജിത്തിൻ്റെ മാച്ച് ബോക്സ്, സിഗരറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന മാച്ച് ബോക്സ് എടുത്തിട്ട് അതൊന്ന് ഒരു മാച്ച് സ്റ്റിക്ക് ലൈറ്റ് ചെയ്തു. എന്നിട്ട് അത് അവളുടെ സാരിൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ സാരി instantly it flares up, the very fine and cold of a wealthy wife saree. അങ്ങനെ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങി. ഇവിടെ ഈ വെൽത്തി വൈറ്റ് സാരി എന്ന് സിംബലൈസ് ചെയ്യുന്നത്, അതായത് ഒരു
പണക്കാരൻ്റെ ഭാര്യയുടെ സാരി കത്തിപ്പിടിക്കുന്നു. ലൈക്ക് എന്താ പറയുക, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഈ ഇതിൻ്റെ വെൽത്തിൻ്റെ ഉള്ളിൽ മാത്രം ജീവിച്ചാൽ പോലെ ഐ ഹാവ് ഫീലിങ്സ് എന്നുള്ള രീതിയിലാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത്, ഹാവ് യു ഗോൺ മാഡ്, he says, and jumps to her side and grabs the burning patches and slabs in between his hands and put out the fire. അപ്പോൾ എന്താ, അജിത്ത് പെട്ടെന്ന് എണീറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് വന്നിട്ട് നിനക്കെന്താ ഭ്രാന്തായോ എന്ന് പറഞ്ഞാണ്ട് പെട്ടെന്ന് അവളുടെ സാരിയുടെ സൈഡൊക്കെ എടുത്തിട്ട് അതൊക്കെ ടാപ്പ് ചെയ്തിട്ട് ഫയർ കെടുത്താൻ ശ്രമിക്കുകയാണ്. And to tell the truth, now he is a little afraid. He looks fearfully at Nomida's face. അപ്പോൾ ഇപ്പോൾ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ അജിത്ത് കുറച്ച് പേടിച്ചിട്ടുണ്ട്. ഭയങ്കര നൊമിതയുടെ ഫേസിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ഭയമൊക്കെ അജിത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. സീസ് എ ഫയർ ബേണിംഗ് ദെയർ ബ്രൈറ്റ് ബ്ലേസിങ് റെഡ്. അപ്പം എന്താ നൊമിതയുടെ മുഖത്ത് കാണുന്നത് ദേഷ്യത്തിൻ്റെ ഒരു തീയായിട്ട്, അതായത് ഭയങ്കര ദേഷ്യമായിട്ടാണ് നൊമിതയുടെ ഫേസ് അജിത്തിന് ഫീൽ ചെയ്തത്. ഹി ഡസൻറ്റ് ഹാവ് ദി കറേജ് ടു പുട്ട് ഔട്ട് ദി ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. So he tries to pour water on it. With great difficulty, he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. പിന്നെന്താ അജിത്തിന് ഇവിടെ പറയുന്ന എന്താണ്, അജിത്തിന് മറ്റേ ഫയർ, അതായത് സാരിമ പിടിച്ച ഫയർ കൈകൊണ്ട് ടാപ്പ് ചെയ്ത് അണക്കാൻ പറ്റിയെങ്കിലും ഈ ഫയർ, അതായത് നൊമിതയുടെ ഫേസിൽ കാണുന്ന ആ ഫയർ അജിത്തിന് സ്ലാപ്പ് ചെയ്തിട്ട് അണക്കാൻ പറ്റുന്നില്ല, കൈയോട്ട് സ്ലാപ്പ് ചെയ്തിട്ട് അടക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ്, വെള്ളം ഒഴിക്കുന്ന പോലെ അജിത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഡിഫിക്കൽട്ട് ആണെങ്കിലും അറ്റംപ്റ്റ് ടു സ്പീക്ക് നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അജിത്ത് പറയാണ്, ഹോ you lose all common sense when you get angry, don't you? നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോമൺ സെൻസും ഇല്ലാതാവും അല്ലേ, ശരിയല്ലേ? ഒരു ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും ദേഷ്യം ഓഫ് എന്ന് പറയുന്നുണ്ട്. Who knows what Nomida would have said next? But right then her niece Rini steps into the room. അപ്പോൾ പിന്നെ നൊമിതക്ക് എന്താ പറയാന്ന് നമുക്കറിയുന്നില്ല എന്നാണ് പറയണത്. കാരണം എന്തുകൊണ്ടാ, അവളുടെ നീസായിട്ടുള്ള റിനി റൂമിലോട്ട് കയറി വരികയാണ്. നീസ് എന്ന് വെച്ചാൽ അനന്തരവൾ. ഓക്കെ, ദെൻ റൂമിലോട്ട് കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ നൊമിത എന്താണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് ക്ലിയർ അല്ല. നെക്സ്റ്റ്, immediately she says piercingly, so Kuriyamma, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that. അപ്പോൾ ഇവിടെ റിനി കുര്യമ്മ എന്നാണ് നൊമിതേനെ വിളിക്കുന്നത്. കുര്യമ്മ മീൻസ് ലൈക്ക് കുഞ്ഞമ്മ, നമ്മളുടെ ഫാദറിൻ്റെ. അപ്പോൾ റിനിയുടെ അച്ഛൻ്റെ യങ്ങർ ബ്രദറിൻ്റെ വൈഫാണ് നൊമിത. അതായത് റിനിയുടെ അച്ഛൻ്റെ ബ്രദറാണ് അജിത്തിൻ്റെ വൈഫാണ് നൊമിത. അപ്പം നൊമിതനെ കുര്യമ്മ എന്നാണ് റിനി വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിനി ചോദിക്കുന്നത് എന്താണ്, എത്ര നേരമായി വാഷർമാൻ അലക്കുകാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു? കുര്യമ്മക്ക് ഡ്രസ്സ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞൂടെ, അവരോട് പോകാൻ പറഞ്ഞൂടെ എന്നാണ് പറയുന്നത്. ഫോർ എ സെക്കൻഡ് ഓർ ടു നൊമിത ഈസ് സ്റ്റിൽ, പെർഹാപ്സ് റീകോളിംഗ് ദി വാഷർമാൻസ് ഫേസ്, വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റെയേഴ്സ്. ദെൻ ഷീ പിക്സ് അപ്പ് ദി ഡർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട്സ് സോർട്ടിംഗ് ദം. She says in a calm tone, go tell him I'm coming, I'm bringing the clothes. അപ്പോൾ ഒരു സെക്കൻഡോ 2 സെക്കൻഡോ നൊമിത ഒന്ന് സ്റ്റില്ലായിട്ട് നിന്നു, അതായത് ഒന്ന് ആലോചിച്ച് നിന്നു. എന്നിട്ട് വാഷർമാൻ്റെ ഫേസൊക്കെ ഒന്ന് റീകോൾ ചെയ്തു. എന്നിട്ട് ഡൗൺ സ്റ്റെയേഴ്സിൽ അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് നൊമിതക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നൊമിത പെട്ടെന്ന് ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുക്കുന്നു. എന്നിട്ട് അതൊന്നും കൂടി സോർട്ട് ചെയ്യുന്നു, ഏതാ കൊടുക്കേണ്ടതെന്നൊക്കെ സോർട്ട് ചെയ്തു. കാം വോയിസിൽ നൊമിത പറയാണ്, റിനി അവരോട് പറ ഞാൻ വരുന്നുണ്ട്, ക്ലോത്ത്സ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, her second sister-in-law is almost exhausted with work this morning, and seeing her she puts a twisted smile on her sweat-streaked face and says, well, that's something. At least you finally decided to come down from upstairs, Baba. അപ്പോൾ നൊമിത ഇവിടെ മനസ്സിൽ സംസാരിക്കുകയാണ്, അതായത് അവൾ കാമാക്കുകയാണ്, അവളെ എല്ലാ രീതിയിലും ഫേസൊക്കെ ഓക്കെയാണ്. ഇല്ലെങ്കിൽ താഴ്ന്ന് ഷാർപ്പ് വേർഡ്സ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവരും കൂടി അവളെ ഷാർപ്പ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ അവളുടെ പ്രശ്നങ്ങളൊന്നും മുഖത്ത് കാണിക്കാതെ താഴേക്ക് പോവാണ്. അപ്പോൾ അവളുടെ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ
രാവിലെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിതയായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിലാണ് ഇവൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ എന്താ ഒരു ട്വിസ്റ്റഡ് സ്മൈൽ വെച്ചിട്ട് അവളോട് സംസാരിക്കുകയാണ്. ഓ നമിത സ്പീക്സ് ഹെർ മൈൻഡ്, സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ് ടു ഹെർ ഫേസ്. ദേ ഓൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അവസാനം നീ ഇറങ്ങി വരാൻ തീരുമാനിച്ചല്ലോ മേലെന്ന്, നല്ല കാര്യം. എന്നിട്ട് പറയാണ് നെക്സ്റ്റ്, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the loud talk never get old? അപ്പോൾ അവൾ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ പറയാണ്, നിനക്ക് നല്ല സമയം ചീത്ത സമയം അങ്ങനെയൊന്നുമില്ല, നിനക്ക് എപ്പോഴാണോ ഒരു സ്മോളസ്റ്റ് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് കിട്ടണ ആ ടൈമിൽ നീ നിൻ്റെ റൂമിലോട്ട് പോവും, ഹസ്ബൻഡിനോട്ട് സംസാരിക്കും. ഈ ലൗഡ് ടോക്ക് ഒരിക്കലും അവസാനിക്കില്ലേ എന്നുള്ള രീതിയിൽ സ്മൈൽ ചെയ്തിട്ട് പറയാണ്. Nobita looks around once to get a sense of the atmosphere, sees the hurly-burly of the morning, sees the forest of people on entire side. Her voice must not tremble, so she too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek in sometime. Our talk is all angry talk, do you know?" നമിത അവളുടെ ചുറ്റൊന്ന് നോക്കി, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്, ഈ മോർണിംഗിലുള്ള തിരക്കൊക്കെ കണ്ടു. എന്നിട്ട് അവൾ എല്ലാവരുടെ സൈഡിൽ നിന്നും എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. എന്നിട്ട് അവളുടെ വോയിസൊക്കെ ഒന്ന് അവൾ കാമാക്കിയിട്ട് അവൾ സ്മൈൽ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ അവൾ പറയുന്നത്, "ഹോ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല, ഞങ്ങളെപ്പോഴും ലവ് ടോക്കൊന്നല്ല ഉണ്ടാവുന്നത്, ഞങ്ങൾ ആംഗ്രി ടോക്കും ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഒളിഞ്ഞു നോക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും" എന്നുള്ളൊരു എന്താ പറയുക, ഒരു ടീസിങ്ങിലൂടെ സ്മൈലിലൂടെ ഫണ്ണിയായിട്ട് പറയണം. Mejo wife laughs so ho and says, "Stop it, no wife. Don't cover up the forbidden fish with your spinach. We haven't been raised on donkey grass. Why do we need to peek in what you are showing us right in front of our eyes 24 hours a day?" അപ്പോൾ ഇവിടെ ഈ മെജോ വൈഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രദറിൻ്റെ വൈഫാണ്. ഇതൊക്കെ ബംഗാളി ടേംസിൽ ഏട്ടനനിയന്മാരുടെ വൈഫ്മാരെ വിളിക്കുന്ന പേരുകളാണ് കേട്ടോ. അപ്പോൾ മെജോ വൈഫ് പറയുന്നത് സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദറിൻ്റെ വൈഫാണ്. അവർ ലാഫ് ചെയ്തിട്ട് പറയാണ്, ഒന്ന് നിർത്ത്, നോ വൈഫ് എന്ന് വെച്ചാൽ ഈ നൊമിതനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് ബ്രദറിൻ്റെ വൈഫാണ് ഈ നൊമിത. അപ്പോൾ നോ വൈഫ്. ഓക്കെ. ഡോണ്ട് കവർ അപ്പ് വിത്ത് ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയേഴ്സ് സ്പിനാഷ്. അതായത് ഞങ്ങളും ചോറൊക്കെ തന്നെയാണ് കഴിക്കുന്നത്, ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് ഈ 24 hours ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയാണ് ഇവിടെ. നൊമിത ലാഫ്സ് എ ലാഫ്സ് ദാറ്റ് ക്യാൻ bring an attractive flesh to white face. After laughing that laugh, she says, "Go on, you say the naughtiest thing." അപ്പോൾ നമിത ഇവിടെ ചിരിച്ചിട്ട് പറയാണ്. അപ്പോൾ നമിതയുടെ സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് മുഖത്തില്ലാണ്ടാക്കിയിട്ട് ലാഫ് ചെയ്യാണ്. എന്നിട്ട് എന്താ പറയണത്, "ഓ നിങ്ങൾ എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തമാശയൊന്നും പറയില്ലേ" അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഒഴിവാക്കി വിടുകയാണ്. ദെൻ നെക്സ്റ്റ്, ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്, "ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾസ് യെറ്റ്? Or are you just telling stories?" And suddenly she stops and starts, "What's that? What's this unlucky thing? Now wife, how did you burn your ankle that way?" അപ്പോൾ ബ്രോൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ബ്രദറിൻ്റെ വൈഫിനാണ് ബോറോ വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, "നീ ഇതുവരെ ആ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇപ്പോഴും ഇങ്ങനെ സ്റ്റോറീസ് കഥ പറഞ്ഞ് നിൽക്കുകയാണോ? അത് കട്ട് ചെയ്യണ്ടേ?" എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് സഡൻലി സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രോൻ്റെ വൈഫ്, "എന്താ സംഭവിച്ചത്? നിൻ്റെ സാരി എന്താ ബേൺ ചെയ്തിരിക്കുന്നത്?" അപ്പോൾ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, Nomida too starts, but only for a moment. The next instant, she folds the ankle back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen and see what happened. I used my ankle to lift a
hot pot of water off the stove and that did it. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നൊമിത പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഒരു മൊമെൻറ്റിന് അവൾ പോസ് ചെയ്തിട്ട് പെട്ടെന്ന് അവൾ അവളുടെ സാരി ബാക്കിലോട്ട് പിടിച്ച് അവൾ പറയാന്ന്, ഹോ ഡോണ്ട് റിമൈൻഡ് മീ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ, നിങ്ങളെപ്പോഴും പറയുന്നത് തന്നെ സംഭവിച്ചത്, എപ്പോഴും എന്നോട് വാൺ ചെയ്യലില്ലേ, ചൂടുള്ള പാത്രങ്ങൾ സ്റ്റൗന്ന് സാരിയോട്ട് എടുക്കരുതെന്ന് വാൺ ചെയ്യലില്ല, ഞാനത് എടുത്തു അപ്പോൾ ബേൺ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. നൊമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവേർഡ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടാറ്റോസ് ആൻഡ് ഇൻ ഹർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ might be able secretly to send her mother a few rupees. She can't really write to her, I can't do any more, don't hope for anything from me. അപ്പോൾ നൊമിത അത് പറഞ്ഞതിന് ശേഷം പൊട്ടാറ്റോൻ്റെ ബാസ്ക്കറ്റ് എടുത്തിട്ട് അവൾ ഇരുന്നിട്ട് പൊട്ടാറ്റോ പീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴൊക്കെ അവളുടെ മൈൻഡിൽ അവൾ ചിന്തിക്കുന്ന എന്താണ്, എങ്ങനെ അമ്മയ്ക്ക് ആരും അറിയാതെ പൈസ അയച്ചു കൊടുക്കാം, എനിക്കൊരിക്കലും അമ്മയ്ക്ക് എഴുതാൻ കഴിയില്ല, ഞാനൊന്നും ചെയ്യില്ല, ഇനി എൻ്റെ അടുത്തു നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്നൊന്നും എനിക്ക് അമ്മേൻ്റെ അടുത്ത് കത്തയക്കാൻ കഴിയില്ല എന്നാലോചിക്കുകയാണ്. ഓവർ the entire village knows Nomida is a queen. Nomida's husband is a high-minded, large-hearted. അപ്പോൾ ഓവർ ദേ എന്ന് പറയുന്നത് നൊമിതയുടെ പ്ലേസിലാട്ടോ, നൊമിതയുടെ സ്ഥലത്തെ എൻറ്റയർ വില്ലേജിൽ നൊമിത ഒരു ക്വീനാണെന്ന് അറിയാം. അതായത് അവളെ വെൽത്തി ആയിട്ടുള്ള ഒരാളാണ് കെട്ടിയിട്ടുള്ളത്, അയാൾ നല്ല കൈൻഡ് ഹേർട്ടഡ് ആണ്, എപ്പോഴും സഹായിക്കാറുണ്ട്, എപ്പോഴും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളത് അവളുടെ വില്ലേജിൽ അറിയാം എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, This is precisely why I compare women to matchboxes. Even when they have the materials within themselves to set off many raging fires, they never flares up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. അപ്പോൾ റൈറ്റർ പറയാണ്, ഇത് മാത്രം കാരണമാണ് ഞാൻ വിമൻസിനെ മാച്ച് ബോക്സസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. കാരണം അവരുടെ അടുത്ത് എല്ലാ മെറ്റീരിയലും ഉണ്ട്, ഒരു ഫയർ ആൾ കത്തിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവരുടെ കയ്യിലുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു മെന്നിൻ്റെ എല്ലാ മുഖങ്ങളും, മാസ്ക് ഇല്ലാത്ത എല്ലാ മുഖങ്ങളും, അൺമാസ്ക്ഡ് ആയിട്ടുള്ള എല്ലാ മുഖങ്ങളും അവർക്കറിയാം. അതായത് പുറത്ത് നല്ല രീതിയിൽ നടക്കുന്ന ഒരാളായിരിക്കും, ഉള്ളിൽ എന്താണ് അയാളുടെ അടുത്തുള്ളത് എന്നുള്ളതൊക്കെ വിമണിന് അറിയാം. പക്ഷെ അവർ ആ മാസ്ക് ഇല്ലാതാക്കാനുള്ള എല്ലാ ചാൻസസും അവർക്ക് കിട്ടിയാൽ പോലും അവരത് യൂട്ടിലൈസ് ചെയ്യില്ല. അവർക്ക് എപ്പോഴും അവരുടെ മെൻസും ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹേർട്ടഡ് ആണെന്ന് എല്ലാവരും വിചാരിക്കുന്നതാണ്, എപ്പോഴും വിചാരിക്കുന്നതാണ് നല്ലതെന്ന് കരുതിയിട്ട് വല്ലാണ്ട് അതെടുത്ത് കളയാൻ ശ്രമിക്കില്ല. അതേപോലെ ഇവിടെ പറയുന്നുണ്ട്, ദേ ഡോണ്ട് ബേൺ എവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. ഇപ്പോൾ നൊമിതനെ കുറിച്ച് അവളുടെ വില്ലേജൊക്കെ എന്താ ധരിച്ചിരിക്കുന്നത്, അവർ നല്ല ക്വീനായിട്ടാണ് ജീവിക്കുന്നത്, അവൾക്കൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ ഈ സ്റ്റോറിയിൽ തന്നെ മനസ്സിലാക്കിയല്ലേ, നൊമിതക്ക് കുറേ ഇമോഷണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പെണ്ണ് അവളുടെ കളർഫുള്ളായിട്ടുള്ള, ബാക്കിയുള്ളവർ അവളെ കളർഫുള്ളായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യാൻ ശ്രമിക്കാറില്ല എന്ന് പറയുന്നു. ദേ വോണ്ട് ബേൺ ദം, ദ മാൻ നോ ദിസ് ടു. അവരൊരിക്കലും ബേൺ ചെയ്യില്ല, അതായത് അവരുടെ പുരുഷന്മാരെ അവരൊരിക്കലും ബേൺ ചെയ്യില്ല എന്ന ഈ മെൻസിന് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർഫുള്ളസ്ലി ഇൻ ദി കിച്ചൺ, ഇൻ ദി പാൻട്രി, ഇൻ ദി ബെഡ്റൂം, ഹിയർ ദെയർ എനിവെയർ. അത് അറിയുന്നത് കൊണ്ടാണ് ഇവർ കെയർലെസ് ആയിട്ട് ഇവരെങ്ങനെ ത്രോ ചെയ്ത പോലെ കിച്ചണിലും അവിടെയും ഇവിടെയും അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഇതിനും സപ്പോർട്ട് കൊടുക്കാതെ എല്ലായിടത്തും ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത്. ക്വൈറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. ഒരു പേടിയില്ലാതെ ഒരു മാച്ച് ബോക്സ് പോക്കറ്റിലിടുന്ന ലാഘവത്തിലാണ് ആണുങ്ങൾ പെണ്ണുങ്ങളെ ഇടുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് കുറേ കഴിവുകളുണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാനോ അതൊന്നും യൂസ് ചെയ്യാനോ പോലുള്ള ചാൻസ് കൊടുക്കാതെ കിച്ചണിലും പാൻട്രിയിലും ഒക്കെ യൂസ്ലെസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് വുമൻസിനെ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോറി വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസൻജിത്ത് ഗുപ്ത. പ്രസൻജിത്ത് ഗുപ്ത എന്ന് പറയുന്ന ആളാണ് ഈ സ്റ്റോറി ബംഗാളി ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മളെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമ്മൾ നൊമിതയുടെയും അജിത്തിൻ്റെയും സ്റ്റോറിയാണ് ഇവിടെ കണ്ടത്. നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് നോക്കാം. മാച്ച് ബോക്സ് എന്നുള്ള സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടുള്ളത് നൊമിതൻ്റെയും അജിത്തിൻ്റെയും, രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ ഒരു ഫാമിലി ലൈഫാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാച്ച് ബോക്സ് എന്നുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റ് ചെയ്തിട്ടുള്ളത്
ആശാപൂർണ ദേവിയാണ്. സൺഡേ മോർണിംഗിൽ നടക്കുന്ന ഒരു ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നൊമിത അജിത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ നൊമിതക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ്. അത് അവളുടെ അമ്മയുടെ ലെറ്റർ ആയിരുന്നു. അത് അജിത്ത് അവൾക്ക് ഏൽപ്പിച്ചില്ല. ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് കുറച്ച് ക്യാഷ് വേണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അജിത്തിന് അത് നൊമിത കാണണ്ട എന്നുള്ള രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ സംഭവിക്കുന്ന കുറച്ച് ആങ്കേഴ്സും അതേപോലെ അവരുടെ ഇടയിൽ സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതിനുശേഷം എന്താ പറയുക, നൊമിത പൈസ സീക്രട്ടായിട്ട് അയക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ ഓവറോളായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ സ്റ്റോറിയിൽ ആശാപൂർണ ദേവി മാച്ച് ബോക്സിന് ആയിട്ടാണ് വിമൻസിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, വിമനെയാണ് മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.